ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SV's മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിൽ അധികം പേർക്കും നല്ല കറുത്ത സോഫ്റ്റ് മുടി ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? മുടി നല്ല കറുപ്പായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടിയിൽ വളരാൻ, താരനൊക്കെ മാറിയിട്ട് മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായകമായ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ചെമ്പരത്തി താളി. തലമുടിക്ക് മാത്രമല്ല, ഇത് കണ്ണിനും വളരെ നല്ലതാണ്. താളി തലയിൽ തേക്കുന്നത് മൂലം കണ്ണിന് നല്ല തണുപ്പ് കിട്ടുകയും കണ്ണിന് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറുകയൊക്കെ ചെയ്യും. അതുകൂടാതെ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാനും ഇത് സഹായകമാവും. പല തരത്തിലുള്ള ചെമ്പരത്തി ഉണ്ട്, നമുക്ക് ഏത് ചെമ്പരത്തി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വേറൊരു തരത്തിലുള്ള ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയുടെ ഇലയ്ക്ക് വഴുവഴുപ്പ് കൂടുതലാണ്. അപ്പോൾ താളി ഉണ്ടാക്കാൻ അധികവും ഞാൻ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് ഒരു 4 ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് താളി ആവും. ഇത് തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല കേട്ടോ, ചെമ്പരത്തിയുടെ ഏത് ഇലയായാലും കുഴപ്പമില്ല. കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യാറുള്ളത് ആ ഓയിൽ തേച്ചിട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം വേണം ഈ ചെമ്പരത്തി താളി ഉണ്ടാക്കിയിട്ട് തേക്കാനായിട്ട്. ചെമ്പരത്തി താളി ഉണ്ടാക്കി തേച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ, ജലദോഷമൊക്കെ പെട്ടെന്ന് ആവാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ തലയിൽ വയ്ക്കാം. അപ്പോൾ അത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. താരൻ മൂലമുള്ള ചൊറിച്ചിലും പിന്നെ മുടി കൊഴിച്ചിലും ഒക്കെ നിൽക്കും. എനിക്കിത് വളരെ എഫക്റ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇല പറിച്ചിട്ട് ചെമ്പരത്തി താളി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ചെമ്പരത്തി ഇലയും ഒരു 4-5 പൂവും പറിച്ചെടുത്തിട്ടുണ്ട്. പൂവ് വേണമെന്നൊന്നുമില്ല, ഇല മാത്രമായാലും മതി. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ഈ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇലയിൽ മണ്ണും പൊടിയും പിന്നെന്താ ചിലന്തി വലയൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായി കഴുകി കളഞ്ഞിട്ട് വേണം താളി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഇലകളൊക്കെ. അപ്പോൾ ഇല ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്, മണ്ണൊക്കെ ഇലയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി കുറച്ച് നല്ല വെള്ളത്തിൽ ഈ ഇല ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ചെയ്യുമ്പോൾ ഇലയിൽ നിന്നുള്ള ആ സത്തൊക്കെ ഇതിലേക്ക് വരും. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഈ വെള്ളം നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, വെള്ളം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തലയിൽ നന്നായി തേച്ച് കൊടുക്കേണ്ടത്. ഈ താളി അരിച്ചിട്ട് ഉപയോഗിക്കാം, അരിക്കാതെയും ഉപയോഗിക്കാം. അരിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. എന്താ വെച്ചാൽ ഈ ഇലയുടെ പൊടിയൊക്കെ നമ്മുടെ മുടിയിൽ ഉണ്ടാവും. അരിക്കാണ്ട് ഉപയോഗിക്കുമ്പോൾ അത് പിന്നെ ഉണങ്ങിയതിന് ശേഷമേ അത് പോവുകയുള്ളൂ. അപ്പോൾ അത് കുറച്ച് നമുക്ക് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അരിച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ചെയ്യുന്നവർ കുറേ പേരുണ്ടാവാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.